ഇടക്കൊച്ചി പള്ളൂരുത്തി പ്രദേശങ്ങളോട് കൊച്ചി നഗരസഭ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. കോൺഗ്രസ് 15-ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ AICC ന്യൂനപക്ഷ സെൽ ദേശീയ കോർഡിനേറ്റർ ഹെൻറി ഓസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് 15-ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ ഡിവിഷൻ പ്രസിഡന്റ് ഡേവിഡ് ലിസൺ അധ്യക്ഷനായി. പ്രത്യേകിച്ച് ഈ ധർണയുടെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് തന്നെ പ്രത്യേകിച്ച് ഇടക്കൊച്ചി പ്രദേശം ഒരു ഗ്രാമവും നഗരവുമല്ലാത്ത ഒരു മധ്യഭാഗത്ത് നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ഈ പ്രദേശം. എല്ലാ കാലത്തും തന്നെ പ്രത്യേകിച്ച് ഈ 4 വർഷവും 2 മാസമായി കൊച്ചി നഗരസഭ ഇടതുപക്ഷ നേതൃത്വത്തിലാണ് ഭരണം നൽകാറുള്ളത്. ഈ നമ്മുടെ കൊച്ചി നഗരസഭയുടെ അറ്റത്ത് കിടക്കുന്ന ഈ പ്രദേശത്തോട് ഈ കാണിക്കുന്ന അതിതീവ്രമായ അവഗണന, നമ്മുടെ പ്രദേശം നമുക്കറിയാം, ഒരു ചെറിയ വേലിയേറ്റം വന്നാൽ പോലും തീരദേശങ്ങളിലെ എല്ലാ വീടുകളിലും തന്നെ വെള്ളം പൊങ്ങി വരാറുണ്ട്. നമ്മുടെ കൗൺസിലറിന്റെ വീട്ടിൽ പോലും പാലമിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ വീടിൻ്റെ അകത്തേക്ക് കടന്നിരുന്നത്. അപ്പം അതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ പരിധി വരെയും നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ തലത്തിലോ സർക്കാർ തലത്തിലോ ഒരുവിധ പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നില്ല. ഇടക്കൊച്ചി പള്ളൂരുത്തി പ്രദേശങ്ങളോട് കൊച്ചി നഗരസഭ കാണിക്കുന്നത് അവഗണനയെന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം AICC ന്യൂനപക്ഷ സെൽ ദേശീയ കോർഡിനേറ്റർ ഹെൻറി ഓസ്റ്റിൻ നിർവഹിച്ചു. 4 വർഷം പിന്നിട്ടിട്ടുള്ള നഗരസഭ ഭരണത്തിന്റെ ഒരു അവലോകനവും വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ഈ 4 വർഷത്തെ വിലയിരുത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങളെ ഓർമ്മപ്പെടുത്തി ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള കോൺഗ്രസ് നിലപാടുകൾ സുവ്യക്തമാക്കാനാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ധർണ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ആമുഖത്തിൽ കൗൺസിലർ ജീജ ടെൻസൺ ഈ പ്രദേശത്തിൻ്റെ ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു. നമുക്കറിയാം, കൊച്ചി നഗരസഭ 2 മേഖലകളായിട്ടാണ് തിരിഞ്ഞു കിടക്കുന്നത്. ഒന്ന് എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ പാലത്തിനപ്പുറമുള്ള മേഖലയും, പിന്നെ പശ്ചിമ കൊച്ചിയും ഇടക്കൊച്ചിയും അടങ്ങുന്ന ഈ മേഖലയും. 2 സ്ഥലങ്ങളിലും സമാനമായ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരുപാട് ആവശ്യങ്ങൾ നാഗരിക മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ശ്രദ്ധ പലപ്പോഴും നഗരസഭ ചെലുത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വ്യാപകമായി എപ്പോഴുമുണ്ട്. പശ്ചിമ കൊച്ചിയും ഇടക്കൊച്ചിയും പള്ളൂരുത്തിയും അടങ്ങുന്ന മേഖല താരതമ്യേന എറണാകുളം നഗരത്തെ അപേക്ഷിച്ച് വികസനത്തിൽ പുറകോട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു നഗരസഭ എന്ന നിലയിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വികസനാത്മകമായിട്ട് നടത്തിയതെന്ന് സംബന്ധിച്ചൊരു ശരിയായ വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ ഒരു വമ്പൻ പരാജയമാണ് ശ്രീ M. അനിൽകുമാർ നയിക്കുന്ന ഈ നഗരസഭ എന്ന കാര്യം സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും. കോൺഗ്രസ് ഇടക്കൊച്ചി ബ്ലോക്ക് പ്രസിഡന്റ് NP മുരളീധരൻ, DCC സെക്രട്ടറി NR ശ്രീകുമാർ, കൗൺസിലർ ജീജ ടെൻസൺ, ഇടക്കൊച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ, CL ശശീന്ദ്രൻ, KS അമ്മിണിക്കുട്ടൻ, MK നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ 15-ാം ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത കുടിവെള്ളക്ഷാമവും വേലിയേറ്റ പ്രശ്നവും രൂക്ഷമായ സ്ഥലമാണ് 15-ാം ഡിവിഷൻ. കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ശ്രീമതി സൗമ്യ വിജയന്റെ കാലത്ത് അനുവദിച്ച 1,86,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ കുടിവെള്ളക്ഷാമം പരിഹരിച്ചുവെങ്കിലും ഞാൻ ജനപ്രതിനിധിയായി വരുന്ന സമയത്ത് നമ്മുടെ ഡിവിഷനിൽ ഒരു മാസം 260 ടാങ്കർ ലോറികളിലായിരുന്നു നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത്. ഇന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു ടാങ്കറിൽ പോലും വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട അവസ്ഥയില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.